ചേട്ടാ മാറ്റി തരില്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേട്ടാ. അപ്പോൾ നമുക്ക് ഇത് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പൾസർ, ആർടിആറിന്റെ ടാങ്ക്, ട്രേസറിന്റെ സ്പ്രെഡിത്തെ ധൂം സെറ്റ് അടക്കം ഹെഡ്. നമ്മുടെ ചെക്കൻ്റെ വണ്ടിക്ക് ഡിസ്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ ഡിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ സാധനം അവർ കൈയോടെ ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓട്ടോമോട്ടീവ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർ വരും പുളി മാർക്കറ്റിലോട്ട്. രണ്ട് കാര്യമുണ്ട്. ഒരു കാർബറേറ്റർ എടുക്കണം, പിന്നെ നമ്മുടെ എഫ്സിയുടെ മീറ്റർ റെഡിയാക്കണം കേട്ടോ. എഫ്സിയുടെ മീറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ആ ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ആളുകളിൽ കൊടുത്തിട്ട് നമ്മൾ വൈകുന്നേരം പോയിട്ട് ആ സാധനം പിക്ക് ചെയ്യാൻ പോകുമ്പോൾ എത്രയാണ് ചാർജ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടാണ്. നമ്മൾ പുളി മാർക്കറ്റ് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഫുള്ള് ഇതേപോലെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ, ഇവിടെയൊക്കെ ടയറിൻ്റെ ഷോപ്പ്, പിന്നെ ഞാൻ ക്യാമറയ്ക്ക് കാണിച്ചിട്ടാക്കുന്നത്. ഒരു ലോഡ് വണ്ടിക്കന്തന്മാർ വന്നു കഴിഞ്ഞാൽ വെട്ടിപ്പോവും. അത്രയധികം കളക്ഷൻസ് ആട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാട്ടോ വന്നു. സെക്കൻഡ് നമ്മൾ പരിചയപ്പെടുത്തരാം. നമ്മുടെ ഫ്രണ്ടിൻ്റെ ബ്രദറാണ്. കഴിച്ച് ഇവിടെ എഫ്സിയുടെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ. പിന്നെ ഇത് സ്കൂട്ടികളുടെ മിററുണ്ട്, എൻഫീൽഡിൻ്റെ ടാങ്ക് ഇരിക്കുന്നുണ്ട്, പൾസർ, ആർടിആറിൻ്റെ ടാങ്ക്, ട്രേസറിൻ്റെ സ്പ്രെഡിത്തെ ധൂം സെറ്റ് അടക്കം ഹെഡ് വരുന്നുണ്ട്. പിന്നെ കാർബ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആള് ഇതിൻ്റെ പ്രൈസ് അന്വേഷിക്കാം. നമുക്ക് വേണ്ട കാർബ് ഇവിടെ ഇല്ല കേട്ടോ. ഇഷ്ടംപോലെ ഷോപ്പുണ്ട് നമുക്ക്. ഇതുണ്ട് ടയറിൻ്റെ സെക്ഷനാണ്. പിന്നെയും ഷോപ്പുണ്ട്, നമുക്ക് കയറി നോക്കാം കേട്ടോ. അപ്പോൾ ചേട്ടൻ എന്തായാലും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ്. ഇതിപ്പോൾ പ്രൈസ് ഓട്ടാണ് നമ്മൾ എടുക്കും. അപ്പോൾ നമുക്ക് ഇത് സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എഫ്സിയുടെ കാർബറേറ്റർ കിട്ടിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ എടുത്തത് ആ പഴയതാണെന്ന് ചേട്ടാ. ഇത് നമ്മുടെ പഴയത് കേട്ടോ. അപ്പോൾ 1500 പ്രൈസ് പറയുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുത്ത് തന്നെയാണ് എടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. എടുക്കാമല്ലേ ചേട്ടാ? മാറ്റി തരില്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ? ചേട്ടൻ്റെ പേര് പറഞ്ഞേ? ഓയില്. അപ്പോൾ ഇവിടെ എഫ്സിയുടെ കാർബറേറ്റർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആട്ടോ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഇതൊക്കെ നമ്മുടെ തന്നെ അല്ലേ? ഇതൊക്കെ ചേട്ടൻ്റെ ഷോപ്പ് തന്നെ കേട്ടോ. അപ്പോൾ ഇത് പൊളിക്കാണ്. സെഡ്ഡമ്മാറിൻ്റെ എല്ലാ വണ്ടിയിലും പാർട്സ് കിട്ടില്ലേ ഇവിടെ? അപ്പോൾ സെഡ്ഡമ്മാറിൻ്റെ എന്ത് പാർട്സ് വേണമെങ്കിൽ ഇവിടെ വന്നാൽ കിട്ടും. ആ പുതിയ മീറ്റർ. അപ്പോൾ ഇതിൻ്റെ മീറ്റർ ഉണ്ട്, സെഡ്ഡമ്മാറിൻ്റെ മീറ്റർ. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഏത് പാർട്സ് വേണമെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ പുതിയ വണ്ടീൻ്റെ പാർട്സ് ഒക്കെ കിട്ടില്ല ചേട്ടാ. V4-ന്റെ UST4 അടക്കമുണ്ട് കേട്ടോ. BS6 V4-ന്റെ UST4 അടക്കം ആടയിൽ കിട്ടും ചേട്ടാ. ഇപ്പല്ലേ തൃശ്ശൂരില്ലാത്ത ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ അവർക്ക് സ്ഥലവും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ചേട്ടൻ്റെ നമ്പർ കൊടുത്തോട്ടെ താഴെ. അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ഉണ്ടാവും, വിളിച്ചതന്നെ എടുക്കില്ലേ? ഓക്കെ. അപ്പോൾ എന്ത് പാർട്സിൻ്റെ എൻക്വയറി ഉണ്ടെങ്കിലും ആളെ കോൺടാക്ട് ചെയ്താൽ മതി. ആളുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുണ്ടോ UST4 ഒക്കെ ഉണ്ട് കേട്ടോ. V4-ന്റെ ഹെഡ്ലൈറ്റ്, LED എല്ലാ പാർട്സും കിട്ടും. എല്ലാ വണ്ടിയും സ്കൂട്ടി തൊട്ടിട്ട് 2 വീലർ എല്ലാ പാർട്സും കിട്ടും. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള കുറച്ച് കളക്ഷൻസ് നോക്കാം കേട്ടോ. നോക്കാൻ പോയി കഴിഞ്ഞാൽ അത് NS-ന്റെ FC-യുടെ എല്ലാ വണ്ടികളുടെയും ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ, ക്ലാസിക്, ഇത് ലിമിറ്റഡ് എഡീഷൻ്റെ ടാങ്ക്, ലിമിറ്റഡ് എഡീഷൻ വണ്ടി കിട്ടും, ഡൊമിനാറിൻ്റെ ടാങ്ക് എല്ലാം കിട്ടും കേട്ടോ. അതോ ഫസീനയുടെ ഹെഡ് കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നോക്കാൻ പോയി തന്നെ എല്ലാം കിട്ടും കണ്ടത്. NS-ന്റെ ഹെഡ്ലൈറ്റ്, ധൂം സെറ്റ് വിത്ത് ഹെഡ്ലൈറ്റ് അസംബ്ലി ഇട്ടാ. പിന്നെ ഇത് പഴയ വണ്ടികളായ പാഷൻ പ്രോ ഉണ്ട്. പാഷൻ പ്രോന്റെ ടാങ്ക് കാര്യങ്ങൾ, ടാങ്കിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. യൂണിക്കോണ്, എൻഫീൽഡ്. നമ്മുടെ ചെക്കൻ്റെ വണ്ടിക്ക് ഡിസ്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ ഡിസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ സാധനം അവർ കൈയോടെ ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ നമ്മൾ ചെറിയ വല്ല സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ റിപ്പയർ ചെയ്ത് തരുന്നില്ലേ? അപ്പോൾ നമ്മൾ കൈയോടെ ചേഞ്ച് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ സാധനം എടുത്താൽ മതി. അപ്പോൾ അവൻ്റെ വണ്ടിയുടെ ഡിസ്ക് കൈയോടെ നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കാം കേട്ടോ. കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് മാറ്റി തരും. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ടുവന്നാൽ കൈയോടെ ചെക്ക് ചെയ്ത് സാധനം എടുത്താൽ മതി കേട്ടോ. ഈ ഏരിയ ഫുള്ള് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത പോലത്തെ ഷോപ്പുകളാട്ടോ. എല്ലാം അവിടെ കേരളം സെയിം ആണ്. നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ റോയ് എന്ന് പറഞ്ഞ ചേട്ടൻ നമ്പർ അവിടെ കുറച്ചുണ്ട്. ഇത് കണ്ടോ, ഇത് വലിയ വണ്ടികളുടെ ബെൽറ്റ് കാര്യങ്ങൾ, ബെയറിങ്ങിന് മാത്രമായിട്ട് ഷോപ്പ്. വീഡിയോ എടുക്കാ യൂട്യൂബിലിടെ
തൃശ്ശൂർ തന്നെ പഴയന്നൂര് പറയും. ആ ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരമാവും. കുറെ പേർക്ക് അറിയില്ല എവിടെ കിട്ടാന്ന്, എന്തൊക്കെ കിട്ടുമെന്ന് അറിയില്ലല്ലോ, അങ്ങനെ കവർ ചെയ്ത് പോവാ. അപ്പൊ ഇത് കേട്ടോ, ഇത് എവിടെയാ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഇതാ കാണുന്നത് നമ്മുടെ ശക്തൻ സ്റ്റാൻഡ് ആട്ടോ. ശക്തൻ സ്റ്റാൻഡിന്റെ തൊട്ട് ബാക്കിലുള്ള പൊളി മാർക്കറ്റിലെ വിശ്വസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് A to Z ബൈക്കിന്റെ എല്ലാ പാർട്സും കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ട ഇതേപോലെ പൊളിച്ച് വണ്ടികളെല്ലാം അവർ സൈഡിലോട്ട് ഇട്ടുണ്ട് കേട്ടോ. വിൻറ്റേജ് വണ്ടികളുടെ അടക്കം കിട്ടും. അത് അവിടെ ഒരു നമ്മുടെ ചേതക്ക് ഇരിക്കുന്നുണ്ട്. ചേതക്ക് അവിടെ ഒരു ആക്സസ് 125 പഴയ മോഡൽ ആക്റ്റീവ, പാഷൻ പ്ലസ് ആക്റ്റീവ, ഫീറോ, യമഹ ഫീറോ, പിന്നെ പഴയ ആക്റ്റീവ ഇതേ ഒരെണ്ണം കിടക്കുന്നു. പിന്നെ അത് വേറൊരു ചേതക്ക്, അങ്ങനെ 2 സ്ട്രോക്ക് തൊട്ടിട്ട് A to Z പുതിയ V4ന്റെ വരെ സസ്പെൻഷൻ അവിടെ ഇരിക്കുന്നുണ്ടോ. VST4 വരെ കിട്ടുന്നുണ്ടോ. അപ്പോൾ അതേ കട കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതൽ ടയർ, റിമ്മ് അങ്ങനെയുള്ള ആക്സസറീസ് ആട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് വേണ്ടത് FC ആക്സസറീസ് ആണ്. അപ്പോൾ FC വേണ്ട 2 ആക്സസറീസ് നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ. എല്ലാത്തിൻ്റെയും സസ്പെൻഷൻ കിട്ടും. ഷോക്ക് അബ്സർ ഇവിടെ ഇപ്പോ നമ്മുടെ വിന്റേജ് RX100 ഒക്കെ കിട്ടുമല്ലേ, സ്റ്റോക്ക് സാധനം കിട്ടുമല്ലേ. ടാങ്ക് കണ്ട RX100 ഒറിജിനൽ ടാങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. പഴയ വണ്ടിയൊക്കെ എടുത്ത് പണയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒറിജിനൽ ടാങ്ക് ഇവിടെ കിട്ടും. 86 മോഡൽ ജപ്പാൻ എഞ്ചിൻ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ പാർട്സ് കാര്യങ്ങൾ വേണ്ടവര് ഇവിടെ വരുവാണെങ്കിൽ നമ്മുടെ സ്ഥലം എവിടെ പറഞ്ഞു ചേട്ടാ? പട്ടാളം മാർക്കറ്റ് തൊട്ട് ബാക്കില്, ശക്തി സ്റ്റാൻഡ് തൊട്ട് ബാക്കില്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വരാം. അല്ല അതെ, എവിടെ കേരളത്തിൽ എവിടെ ഉള്ളവർക്കാണെങ്കിലും ട്രെയിൻ ആണെങ്കിൽ അല്ലെങ്കിൽ ബസ് പിടിച്ച് വന്നാൽ മതി. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇനി കൊറിയർ വേണമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ട്രെയിനോ ബസ്സോ പിടിച്ചിട്ട് വരാം കേട്ടോ. അത് FC വേർഷൻ 2ന്റെ സൈഡ് കവർ കാര്യങ്ങളടക്കം ഇവിടെ ഉണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. എല്ലാ പാർട്സും കിട്ടും. ഇതേ ഹോണറ്റിന്റെ കവർ കാര്യങ്ങൾ. ഏത് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ കൊടുക്കാനുള്ളതാണോ? അപ്പൊ ഇതായി ഇവിടെ ഇരിക്കുന്ന വണ്ടികള് ചേട്ടൻ പറഞ്ഞത് ഇത് മൊത്തം കൊടുക്കാനുള്ള വണ്ടികളാട്ടാ. കരിഷ്മ. അപ്പൊ നിങ്ങൾക്ക് പാർട്സ് വേണമെങ്കിൽ പൊളിച്ചു കൊടുക്കും, എല്ലാം കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പാർട്സ് വേണമെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടെ കയറി പോരട്ടാ. എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഹങ്ക്, കരിഷ്മ. കരിഷ്മ അത്യാവശ്യം ഒരു പണിത വണ്ടിയൊക്കെ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്സ് വേണമെങ്കിൽ ഇവിടെ പൊളിച്ചും തരും, അല്ലെങ്കിൽ ഇതിൽ എല്ലാ പാർട്സും വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വണ്ടിയോടെ കൊണ്ടുപോകാം. എന്താടാ? അപ്പോൾ അത് നമ്മൾ ഇത് കവർ ചെയ്ത് 3 മിനിറ്റിൻ്റെ ഉള്ളിൽ ആളത് റീപ്ലേസ് ചെയ്തു കേട്ടോ സാധനം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കംഫർട്ട് ആണെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പം അവൻ ചെക്ക് ചെയ്തിട്ട് വന്നു കേട്ടോ. എങ്ങനെയുണ്ടാ? സെറ്റല്ലേ? ഓക്കെയാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പാർട്സ് എടുക്കുവാണെങ്കിൽ അവരത് റീപ്ലേസ് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ ഇട്ട് ഓടിച്ച് നോക്കി നമുക്കത് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മീറ്റർ ആൾക്ക് കൊടുത്തായിരുന്നു. ഇപ്പോൾ നമുക്ക് സാധനം തിരിച്ച് കിട്ടിയിട്ട് ബസ് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. കണക്ഷൻ കൊടുത്തേ ഇതാ. അപ്പോൾ മീറ്റർ ഇപ്പോൾ പക്ക ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ നിങ്ങൾക്ക് ഏത് മീറ്റർ വേണമെങ്കിലും ചെയ്യാൻ പറ്റും അല്ലേ ബ്രോ? അപ്പോൾ അങ്ങനെ ചെയ്ത് തരണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വിളിച്ച് ചോദിച്ചതിന് ശേഷം അയച്ചാൽ മതി, കൊറിയർ അയച്ചാൽ മതി. ആൾ ഡീറ്റെയിൽസ് പറയും. പിന്നെ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം വരിക. ദൂരെ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ പിന്നെ ആൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് വന്നാൽ പോസ്റ്റ് ആവും. ഇതാ ഒരു ഷോപ്പ് കാര്യങ്ങളൊന്നുമല്ല, ആൾ വീട്ടിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം കൺഫേം ചെയ്തിട്ട് വന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കൊറിയർ സർവീസ് അവൈലബിൾ അല്ലേ ബ്രോ? കൊറിയർ അവൈലബിൾ ആട്ടോ. അപ്പോൾ ഓക്കെ ബ്രോ, താങ്ക്സ്.